ഹലോ സ്റ്റുഡൻസ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു വ്യക്തിയുടെ ഇൻകം ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിസിലാണെന്ന് പറഞ്ഞു. ദെൻ അതേപോലെ തന്നെ സെക്ഷൻ 6 റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തത് 4 എണ്ണമാണെന്ന് പറഞ്ഞു. അതായത് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ഡീംഡ് റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ്. അതിൽ തന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആണ് ജസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. 6 Clause 1 അനുസരിച്ച്, സെക്ഷൻ 6 Clause 1 അനുസരിച്ച് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ പറഞ്ഞു. അതായത് ഇൻഡിവിജ്വലിന് എങ്ങനെയാവാം? ഒന്നുകിൽ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആവാം, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവാം, നോൺ റെസിഡൻ്റ് ആവാം. ഈ 3 ഡീംഡ് റെസിഡൻ്റ് ആവാം. ഈ 4 കേസിൽ ഏതെങ്കിലും ഒന്നാവാം ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു ഇയറിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഓരോ ഇയറിലും നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഒരു ഇയറിൽ റെസിഡൻ്റ് ആയ വ്യക്തി അടുത്ത വർഷം റെസിഡൻ്റ് ആയിക്കൊള്ളണം എന്നില്ല. സിറ്റിസൺഷിപ്പും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞു. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിസിലാണ് നമ്മൾ ആ വ്യക്തിക്ക് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അതിന് പറഞ്ഞു നിർത്തിയത് 6 Clause 1A അനുസരിച്ചുള്ള ഫസ്റ്റ് കണ്ടീഷൻ, ബേസിക് കണ്ടീഷൻ പറഞ്ഞു. ദെൻ ഇനി ഞാൻ പറയാൻ പോണത് അഡീഷണൽ കണ്ടീഷനാണ്. ബേസിക് കണ്ടീഷനിൽ 2 എണ്ണം നമ്മൾ പറഞ്ഞു. ദറ്റ് ഈസ് ഫസ്റ്റ്, ഹീ ഈസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 182 days ഓർ മോർ ഇൻ ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ഉള്ള ഒരാളെ നമ്മൾ റെസിഡൻ്റ് എന്ന് പറയും. അതല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസമോ അതിന് ശേഷമുള്ള മീൻസ് പ്രീവിയസ് ഇയർ ഉൾപ്പെടെയുള്ള തൊട്ട് ബാക്കിലുള്ള 4 വർഷത്തിൽ 365 ദിവസമോ ഇന്ത്യയിൽ ഉള്ള ഒരാളാണെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് റെസിഡൻ്റ് എന്ന് പറയാം. ദെൻ അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നുകിൽ പ്രീവിയസ് ഇയറിൽ 182 days വേണം, അതല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസം പ്ലസ് അതിൻ്റെ കൂടെ തന്നെ തൊട്ട് ബാക്കിലുള്ള 4 വർഷത്തിൽ 365 ദിവസവും ഇന്ത്യയിലുണ്ടായാൽ ആ വ്യക്തിയെ നമുക്ക് റെസിഡൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതിൽ റെസിഡൻ്റ് ആണെങ്കിലും റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയണമെങ്കിൽ അഡീഷണൽ കണ്ടീഷൻസ് 2 എണ്ണം ഉണ്ട്. ആ 2 അഡീഷണൽ കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബേസിക് കണ്ടീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദെൻ അതിൽ തന്നെ എക്സെപ്ഷൻസ് പറഞ്ഞു. അതായത് ഇന്ത്യൻ സിറ്റിസൺ ആണ്, അയാളൊരു ഷിപ്പിലെ ക്രൂ ആണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഷിപ്പ് പോകുന്ന സമയത്ത് തിരിച്ച് ഇന്ത്യയിലേക്ക് എന്ന് വരുന്നു എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ അയാൾക്ക് 60 days എന്നുള്ളത് മാറ്റിയിട്ട് പകരം 182 days തന്നെ വേണം. അതേപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആവാം, എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ജോബ് പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് പോവാം, എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിലും പിന്നെ അയാൾക്കും 60 ദിവസം എന്നുള്ളൊരു കണ്ടീഷൻസ് അപ്ലിക്കബിൾ അല്ല, 182 days തന്നെ നിർബന്ധമാണ്. ദെൻ അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള ഒരാളാവുക, എന്നിട്ട് ഇന്ത്യക്ക് വിസിറ്റ് ചെയ്യാൻ വരിക, ജോബ് ഔട്ട്സൈഡ് ഇന്ത്യയിലാവുക, എന്നിട്ട് ഇന്ത്യക്ക് വിസിറ്റിന് വരികയാണെങ്കിലും എന്താണ് പിന്നെ അയാൾക്കും 182 days തന്നെ വേണം. 60 days എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അവിടെ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കുന്നത് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. അതായത് ഇത് ഈ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് അപ്ലിക്കബിൾ ആയത് 2 വ്യക്തികൾക്ക് മാത്രമാണ്. അതായത് ഒന്നുകിൽ ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡ് ഫാമിലിക്ക്. ഓക്കെ, ഇൻഡിവിജ്വലിന് ഹിന്ദു അൺഡിവൈഡ് ഫാമിലിക്കാണ് ഈ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് അപ്ലിക്കബിൾ. ഓൾ അതർ ക്ലാസസ് ഓഫ് എസ്എസ്സീസ്, നമ്മൾ ആദ്യം ക്ലാസസ് ഓഫ് എസ്എസ്സീസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ഇതിൽ വരുന്നത് ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ, കമ്പനി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽ എന്നുള്ള പിന്നെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. അതായത് ഒരു വ്യക്തി എന്നുള്ള കാറ്റഗറിയിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരൊക്കെ നമ്മൾ പേഴ്സൺസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പേഴ്സൺസിൻ്റെ കാറ്റഗറിയിൽ തന്നെ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ള കാര്യം അപ്ലിക്കബിൾ ആയത് 2 പേർക്ക് മാത്രമാണ്. ദറ്റ് ഇസ് ഒന്ന് ഇൻഡിവിജ്വലിനും ഹിന്ദു അൺഡിവൈഡ് ഫാമിലിക്കും. ഓൾ അതർ ക്ലാസസ് ഓഫ് എസ്എസ്സീസ് ക്യാൻ ബി ഐദർ റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ്. ബാക്കിയുള്ള ക്ലാസസ് ഓഫ് എസ്എസ്സീസിനൊക്കെ എന്ത് മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഒന്നുകിൽ റെസിഡൻ്റ് ആവും അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആവും. ഇപ്പോൾ ഒരു കമ്പനീൻ്റെ കേസ് പറയുകയാണെങ്കിൽ കമ്പനിയുടെ അവരുടെ ഹെഡ് ഓഫീസ് ഇന്ത്യയിലാവുക, അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോളിങ് ഇന്ത്യയിലാവുക. അങ്ങനെയാണെങ്കിൽ അതെന്ത് കമ്പനിയാണ്? റെസിഡൻ്റാണ്, ഇന്ത്യൻ കമ്പനിയാണെന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ അത് നോൺ റെസിഡൻ്റാണ്.
ഫോറിൻ കമ്പനി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു 2 കോൺസെപ്റ്റ് മാത്രമേ ആർക്കൊക്കെ ഉള്ളൂ, കമ്പനിയുടെ കേസാണെങ്കിലും പാർട്ട്ണർഷിപ്പ് ഫോം ആണെങ്കിലും ഒക്കെ അവർക്ക് ഈ 2 കോൺസെപ്റ്റ് മാത്രമേ അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. ദറ്റ് ഈസ് ഒന്നുകിൽ റെസിഡൻറ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ്. നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് എന്നുള്ളത് അപ്ലിക്കബിൾ ആവുന്നത് ഇൻഡിവിജ്വലിനും ഹിന്ദു അൺഡിവൈഡ് ഫാമിലിക്കും. ഒരു നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് വൺ ഹു സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ, ദറ്റ് ഇസ് കണ്ടീഷൻസ് അപ്ലിക്കബിൾ ഇൻ 6 Clause 6. 6 Clause 6 പറയുന്ന ബേസിക് കണ്ടീഷൻ അപ്ലിക്കബിൾ ആയിട്ടുള്ള ആ 2 കണ്ടീഷൻ, അതായത് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്, 182 ദിവസം പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കുക, അതല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും 365 ദിവസവും 4 വർഷത്തിൽ 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടാവുക. ഈ 2 കണ്ടീഷനിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് ആ വ്യക്തിയെ എന്തെന്ന് പറയുന്നത്, റെസിഡൻറ്റ് എന്ന് പറയുന്നത്. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് ആവണമെങ്കിൽ ഇനി ഞാൻ പറയുന്ന 2 അഡീഷണൽ കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയുന്നതാണ് എന്ത്, ഇപ്പോൾ പറഞ്ഞ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിഡൻ്റ് ആണ്, പക്ഷേ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ഓക്കെ, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആവണമെങ്കിൽ എന്താവണം, ഇനി ഞാൻ പറയാൻ പോകുന്ന 2 അഡീഷണൽ കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അതേതാണെന്ന് നമുക്ക് നോക്കാം. Additional conditions. A resident individual in India can be further be classified into resident and ordinarily resident, resident but not ordinarily resident. ഓക്കെ, 2 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ അഡീഷണൽ കണ്ടീഷൻ ഉൾപ്പെടെ 2 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റും റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റും. അപ്പോൾ ബേസിക് കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യുക, ഒറ്റ അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അവർ നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റാണ്. നേരെ മറിച്ച് ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. If resident individual satisfy following 2 additional condition, he will be treated as resident and ordinarily resident. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, റെസിഡൻറ്റിനെയാണ് നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. റെസിഡൻറ്റിനെയാണ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് എന്നും റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് റെസിഡൻറ്റിനെയാണ് കേട്ടോ. ദെൻ പിന്നെ നോൺ റെസിഡൻറ്റ്. അപ്പോൾ ബേസിക്കായിട്ട് 2 ക്ലാസിഫിക്കേഷനേ ഉള്ളൂ, റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. ഈ റെസിഡൻറ്റിനെയാണ് നമ്മൾ എങ്ങനെയൊക്കെ പറയുന്നത്, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് എന്നും റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണമോ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമുക്ക് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയാം. എന്തൊക്കെയാണ് അഡീഷണൽ കണ്ടീഷൻസ്? 2 അഡീഷണൽ കണ്ടീഷൻസ്. അതിൽ ഫസ്റ്റ് വൺ, he has been in India for at least 2 out of 10 previous years immediately preceding the relevant previous year. പ്രീവിയസ് ഇയർ 10 പ്രീവിയസ് ഇയറിൽ ബാക്കോട്ടുള്ള, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏതാണ്, 1 April 2020 to 31 March 2021, ഈ പ്രീവിയസ് ഇയർ. അപ്പം ഈ പ്രീവിയസ് ഇയർ ഉൾപ്പെടെ 10 പ്രീവിയസ് ഇയർ ബാക്കോട്ട് എടുക്കുക. ഈ 10 പ്രീവിയസ് ഇയറിൽ 2 വർഷം അയാൾ ഇന്ത്യയിൽ ഉണ്ടാവണം, ഒരു കണ്ടീഷൻ. 2, 7 വർഷത്തിൽ 730 ദിവസം. ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 730 days or more during 7 previous year immediately preceding the relevant previous year. റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ആയിട്ടുള്ള 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിലുണ്ടായിരിക്കുക. ഈ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ നമുക്ക് എന്തെന്ന് പറയാം, ആദ്യത്തെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തപ്പോൾ അയാൾ റെസിഡൻ്റായി. ഈ 2 കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്തായി, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റായി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 കണ്ടീഷനിൽ ഒരു കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തുള്ളെങ്കിൽ അയാൾ എന്തായിട്ട് മാറുള്ളൂ, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആവും. ഓക്കെ, നേരെ മറിച്ച് ആദ്യത്തെ ഒരു ബേസിക് കണ്ടീഷനും ആദ്യത്തെ 2 ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണവും ഈ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്തെന്ന് പറയാം, നമുക്ക് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയാം. ഓക്കെ, നോട്ട്, ടു ബി റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, one has to satisfy at least 1 basic condition and both additional condition. അത് വ്യക്തമായിട്ട് ഞാൻ അതവിടെ താഴെ കൊടുത്തിട്ടുണ്ട് നോട്ടായിട്ട്. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയണമെങ്കിൽ ആ വ്യക്തി എന്താവണം, വൺ ഹാസ് സാറ്റിസ്ഫൈ, ഒരു വ്യക്തി സാറ്റിസ്ഫൈ ചെയ്യണം അറ്റ്ലീസ്റ്റ്
ഒരു ബേസിക് കണ്ടീഷൻ. അപ്പോൾ ഓർക്കണം, ഞാൻ പറഞ്ഞ 2 ബേസിക് കണ്ടീഷൻ, അതിൽ ഒരു ബേസിക് കണ്ടീഷനെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യണം. 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ആ വ്യക്തിയെ എന്തെന്ന് പറയുള്ളൂ, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയുള്ളൂ. അതല്ലെങ്കിൽ ഒരു ബേസിക് കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ എന്തെന്നാണ് പറയുക നമ്മൾ, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഒരു ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അതെന്താണ്, നോൺ റെസിഡൻറ്റ്. ഡീംഡ് റെസിഡൻറ്റ് ഞാൻ പറഞ്ഞൊന്നു അതിൻ്റെ ഇടയിൽ. ഡീംഡ് റെസിഡൻറ്റിന് ഒരു എമൗണ്ടിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. 15 lakh എബവ് ഇൻകം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ഡീംഡ് റെസിഡൻറ്റ് എന്ന് പറയും. ഓക്കെ, അത് നമുക്ക് പിന്നീട് അങ്ങോട്ട് വരുന്ന സമയത്ത് നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് എന്ത് മാത്രമാണ്, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റും റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റും. റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇഫ് എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഡസ് നോട്ട് സാറ്റിസ്ഫൈ ബോത്ത് അഡീഷണൽ കണ്ടീഷൻ, ഇപ്പോൾ പറഞ്ഞ 2 അഡീഷണൽ കണ്ടീഷനിൽ ഒന്നുപോലും അയാൾ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഹീ ഈസ് എ റെസിഡൻറ്റ്. അയാൾ റെസിഡൻ്റ് ആണ്, കാരണം അയാൾ ബേസിക് കണ്ടീഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അയാൾ റെസിഡൻ്റ് ആണ്. പക്ഷേ എന്തായിരിക്കും, ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് എന്നുള്ള പേരിലായിരിക്കും അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബേസിക് കണ്ടീഷൻ 2 ഉണ്ടെന്ന് ഓർക്കുക, അഡീഷണൽ കണ്ടീഷൻ 2 ഉണ്ടെന്ന് ഓർക്കുക. ബേസിക് കണ്ടീഷൻ 2 ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ റെസിഡൻ്റായി. പക്ഷേ ഓർഡിനറിലി റെസിഡൻ്റ് ആവണമെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്യണം. ബേസിക് കണ്ടീഷൻ ഒരെണ്ണം മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തുള്ളെങ്കിൽ അയാളെ എന്തെന്നാണ് പറയുക, റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഓക്കെ, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ബേസിക് കണ്ടീഷൻ ഒരെണ്ണം, 2 ഏതെങ്കിലും ഒരെണ്ണവും അഡീഷണൽ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ പറയുന്ന പേര് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ശരിക്കും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 4 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്, ഡീംഡ് റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. 4 കണ്ടീഷൻസാണ് പറയുന്നത്. ബേസിക് കണ്ടീഷൻ 2 അഡീഷണൽ കണ്ടീഷൻ 2. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ശരിക്കും ഓർത്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറൊക്കെ കൗണ്ട് ചെയ്തിട്ട് ഇത് പ്രോബ്ലം ചെയ്യാനുള്ള പാർട്ടാണ്. ഈ 4 കണ്ടീഷൻ ശരിക്കും അറിഞ്ഞിരിക്കണം. അതിൻ്റെ പുറമെ ഞാൻ പറഞ്ഞ ആ ഒരു സെക്ഷൻ 6 ക്ലോസ് 6 സബ്സെക്ഷൻ 1 അനുസരിച്ചുള്ള എക്സെപ്ഷൻ ആയിട്ടുള്ള 3 കേസസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ക്രൂ ആവുക ഷിപ്പിലെ, ദെൻ അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് ഓർക്കുക, കാരണം പ്രോബ്ലത്തിൻ്റെ ഉള്ളിൽ അതൊക്കെ അറിയാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കി നമുക്ക് അവിടെ മനസ്സിലാവണം, എന്നാലേ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റുകൾ ഇതിൽ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ.